നമസ്തേ. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിൽ ഊരകം പഞ്ചായത്തിലും കണ്ണമംഗലം പഞ്ചായത്തിലുമായി സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ഊരകം മലയിലെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ചെങ്കുത്തായ പാതയിലൂടെ സഞ്ചരിച്ച് വേണം നമുക്കവിടെ എത്താൻ. അവിടെ എത്തുക സാഹസമാണ്. എങ്കിലും നമുക്ക് ആ ക്ഷേത്രഭൂമിയിലേക്ക് കടന്നു ചെല്ലാം. എല്ലാവർക്കും സ്വാഗതം. ഊരകം മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2200 അടി ഉയരമാണ് ഈ മലയ്ക്കുള്ളത്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയാണ് ഊരകം മല. ഈ മല നമുക്കറിയാം, ഇതിൻ്റെ മേൽഭാഗത്ത് കുട്ടിയാനകളെപ്പോലുള്ള കരിമ്പാറക്കെട്ടുകളൊക്കെ അതിമനോഹരമായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ മലയുടെ ഏതാനും മീറ്റർ വടക്ക് ഭാഗത്തായിട്ടാണ് ശങ്കരനാരായണ ക്ഷേത്രവും അതിൻ്റെ ഉപക്ഷേത്രങ്ങളുടെ സമുച്ചയവുമുള്ളത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം ചെങ്കുത്തായ ഒറ്റയടി പാതയിലൂടെ കടന്നു വന്ന് നമ്മൾ ഊരകം മലയുടെ നെറുകയിലെത്തിയിരിക്കുകയാണ്. എൻ്റെ തൊട്ടു പിറകിലാണ് ആ ഒരു തകർന്ന ക്ഷേത്രമുള്ളത്, ശങ്കരനാരായണ ക്ഷേത്രമുള്ളത്. അതിൻ്റെ തൊട്ടു തെക്ക് ഭാഗത്തായിട്ട് അതിൻ്റെ ഉപക്ഷേത്രമുണ്ട്. എല്ലാം തകർന്നു കിടക്കുകയാണ്. ആ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഐതിഹ്യവും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രഭൂമിയിലാണ് ഇന്ന് ജനം TV എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഐതിഹ്യത്തിലേക്കും ചരിത്രത്തിലേക്കും നമ്മളൊന്ന് കടന്നു ചെന്നാൽ, ഊരകം മലയിലെ ഈ ക്ഷേത്രത്തിന് തിരുവോണമല എന്ന ഒരു പേരുണ്ട്. അതുപോലെ തന്നെ തിരുവർച്ചനാം കുന്ന് എന്ന പേരിലും ഈ ഊരകം മല അറിയപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ പേരുകളൊക്കെ വന്ന് എന്ന കാര്യം കൂടെ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ തൊട്ടു മുൻപായിട്ട് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. ഊരകം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നെഞ്ചകം എന്ന് പറയാറുണ്ട്. നെഞ്ചിൻ്റെ അകം, വീടകം എന്നെല്ലാം പറയാറുണ്ടല്ലോ. അപ്പോൾ അകം എന്നതിന് ഇപ്പം നെഞ്ചകം എന്ന് പറയുമ്പോൾ എന്താണ് നെഞ്ചകത്ത് ഹൃദയമാണ്, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഊരകമോ ഈ പ്രദേശത്തുള്ള നിരവധി മലകളുണ്ട്. ഈ പ്രദേശത്തുള്ള നിരവധി ഊരുകളുടെ ഒരു ഹൃദയ ഭാഗമാണ് ഈ മല എന്നുള്ളതാണ് ഊരകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുൻഭാഗം. ഇത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ശ്രീകോവിലിൻ്റെ ദർശനമുള്ളത്, ഭഗവാന്റെ ദർശനമുള്ളത്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കടന്നു ചെന്നാൽ വളരെ ദയനീയമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുക. വലിയ പീഠമാണ്. ആ വലിയ പീഠം ചിന്നിച്ചിതറിയ നിലയിലാണ്. അതിൻ്റെ മധ്യഭാഗത്തുള്ള കുഴിയിൽ അതിലാണ് ശിവലിംഗമുള്ളത്. ഇവിടെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ 2 ഭാവങ്ങളാണുള്ളത്. എന്താണ് ശങ്കരനും വിഷ്ണുവും, ഹരിയും ഹരനുമാണ്. വലത് ഭാഗത്ത് ശിവനും ഇടത് ഭാഗത്ത് വിഷ്ണുവും ചേർന്നുള്ള ഒറ്റ ചൈതന്യത്തെയാണ് ശങ്കരനാരായണൻ എന്ന് പറയുന്നത്. വിഷ്ണുവിനെയും ശിവനെയും ഒരേ പ്രകാരം ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തിന് ശങ്കരാചാര്യ സ്വാമികളാണ് രൂപം നൽകിയത് എന്നാണ്. ശ്രീകോവിലിന് മുകളിൽ നമുക്ക് ഒരു വിഗ്രഹം കാണാൻ സാധിക്കും. ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹമാണ്. ഇത് കൈയെല്ലാം തകർന്നിട്ടുണ്ട്. ഇത് ശിവൻ്റെ ശ്രീകോവിലിൻ്റെ നേരെ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം വരാൻ എന്താണ് കാരണമെന്നറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ പല ഭാഗത്തും കല്ലുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഈ പ്രദേശം പരതിയ സമയത്ത് കിട്ടിയ വിഗ്രഹം ഇതിൻ്റെ മീതെ വെച്ചതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തകർക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം നമ്മൾ നടന്നു കാണുന്ന സമയത്ത് നിരവധി ശില്പങ്ങൾ, നിരവധി വിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഭക്തജനങ്ങൾ ഇവിടെ പല ഭാഗത്തായിട്ട് ഒന്നിനു മീതെ ഒന്നായി
നിരത്തി വച്ചിരിക്കുകയാണ്. അങ്ങനെ നടന്ന് കണ്ടപ്പോൾ ഹൃദയഭേദകമായ ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് പരാശക്തിയുടെ ഒരു വിഗ്രഹമാണ്. പരാശക്തി പറഞ്ഞാൽ ദേവിയുടെ ഒരു വിഗ്രഹമാണ്. ഇത് ഒരു ശിലയിൽ കൊത്തിയെടുത്തതാണ്. ഒരു ശില, ഇതിന് തൊട്ടുപിറകിൽ വലിയ ഒരു കല്ലുണ്ട്. ഈ കല്ലിൽ നിന്നും ദേവീ വിഗ്രഹം കൊത്തിയെടുത്ത ഒരു വിഗ്രഹമാണ്. അത് ഇവിടുത്തെ ഉപപ്രതിഷ്ഠയായിരിക്കാം എന്നാണ് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. ഇതിൻ്റെ മധ്യഭാഗത്തു നിന്നും വെട്ടിമാറ്റിയ നിലയിലാണ്. അപ്പോൾ വെട്ടിമാറ്റിയ നിലയിലുള്ള ഈ ദേവീ വിഗ്രഹവും ഈ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ഇതേപോലെ വെച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ വരുന്നവർക്ക് ഇതിൻ്റെ അക്രമത്തെക്കുറിച്ച്, അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ച്, അതിൻ്റെ വലിയ ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ആ കാലഘട്ടത്തിൽ നടത്തിയ അക്രമത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ട് ഈ വിഗ്രഹം ഇവിടെ വയ്ക്കും. ശങ്കരനാരായണ ക്ഷേത്രം തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഇവിടെ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തും ചിതറിക്കിടക്കുന്ന വിഗ്രഹങ്ങളും അതുപോലെ തന്നെ അടിച്ചുടച്ച മറ്റു ശില്പങ്ങളും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പഠിക്കാൻ വരുന്ന ഗവേഷകർക്ക് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രത്തെക്കുറിച്ച് വളരെ ആധികാരികമായി പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളും അതുമായി ബന്ധപ്പെട്ട അവശേഷിപ്പുകളുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പം നിലവിൽ ഇവിടെ ആരാധനയൊന്നുമില്ല. ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല. മലകയറ്റത്തിന് എത്തുന്ന ആളുകൾ ഈ പ്രദേശത്ത് വന്ന് ഇവിടെ വിഹരിച്ച് പോവുക എന്നല്ലാതെ ഇവിടെ ആരും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ വന്നപ്പോൾ ഈ പീഠത്തിൻ്റെ മുകളിൽ കുറച്ച് പൂക്കളൊക്കെ കാണാൻ സാധിച്ചു. ഇതുപോലെ ഏതെങ്കിലും ഒരു ഭക്തൻ വന്ന് ഈ കാഴ്ച കണ്ട് ഭഗവാൻ ഒരു പിടി പുഷ്പം സമർപ്പിച്ചതാവാനാണ് സാധ്യത. തകർക്കപ്പെട്ട ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളാണിത്. തറനിരപ്പിൽ നിന്നും 4 അടിയോളം ഉയരത്തിലാണ് ഈ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം സ്ഥിതി ചെയ്തിരുന്നത്. ഇതെല്ലാം മനോഹരമായ കൊത്തുപണികളോടെ നിർമ്മിച്ച ഒരു പഴയ ക്ഷേത്രമാണ്. ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലിൻ്റെ കാലാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അതിമനോഹരമായ കൊത്തുപണികളോടെയാണ് ഇതിൻ്റെ ചുറ്റമ്പലം നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാം കരിങ്കല്ലിലാണ്. ഈ കരിങ്കല്ലിൽ നിർമ്മിച്ച ഈ ക്ഷേത്രമാണ് തകർക്കപ്പെട്ട രീതിയിൽ ഈ നിലയിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. പടിഞ്ഞാട്ട് ദർശനമുള്ള ഒരു ക്ഷേത്രമാണ് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ശ്രീകോവിൽ ചതുര ശ്രീകോവിലാണ്. ചുറ്റമ്പലും ഒക്കെ കരിങ്കല്ലിൽ നിർമ്മിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഭിത്തി അതിമനോഹരമായ രീതിയിൽ കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മേൽക്കൂരയും കരിങ്കല്ലിൽ നിർമ്മിച്ചതാണ്. മേൽക്കൂര പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ആ തകർന്ന മേൽക്കൂരയുടെ മീതെ മഴവെള്ളം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാവരും ചേർന്ന് ഒരു ടാർ ഷീറ്റ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മുകളിലേക്ക് വലിച്ചു കെട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മഹാക്ഷേത്രത്തിൻ്റെ ഒരു രൂപമാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ശ്രീകോവിലിനും അതുപോലെ തന്നെ ചുറ്റമ്പലത്തിൻ്റെ ഗർഭഗൃഹത്തിനും ഇടയിലുള്ള ഒരു ഇടനാഴിയിലാണ്. ഈ ഇടനാഴിയിലൂടെ ചുറ്റുഭാഗത്തും നടന്നു വന്നിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിമനോഹരമായ കൊത്തുപണികളോടെയുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്. എൻ്റെ തൊട്ടു മുന്നിൽ കാണുന്ന കരിങ്കല്ലുകൾ, ആ കരിങ്കല്ലുകളിലെ കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായ കൊത്തുപണികൾ. ഈ ക്ഷേത്രം ഏതോ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു. ആ തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ നെഞ്ചകം തകർക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹൃദയഭേദകമാണ് ഈ ക്ഷേത്രഭൂമിയിലെ കാഴ്ചകൾ.
എവിടെ നോക്കിയാലും അടിച്ചുടച്ച ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. പല ഭാഗത്തും ഞങ്ങൾ ഈ ഭാഗത്തെല്ലാം ഈ കാടിൻ്റെ പല ഭാഗത്തും തപ്പി നടന്ന സമയത്ത്, പരതി നടന്ന സമയത്ത് നിരവധി ശില്പങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. നിരവധി ശില്പങ്ങൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാവരും ചേർന്ന് പല ഭാഗത്തു നിന്നും ശേഖരിച്ച ഈ ക്ഷേത്രത്തിൻ്റെ അടിച്ചുടച്ച ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുകയാണ്. ഇനിയും ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഈ കാട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. എവിടെ പരതിയാൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം, ഈ ക്ഷേത്രത്തിൻ്റെ ഈ മലയുടെ ചുറ്റുഭാഗം, മുകൾ പരപ്പ് പൂർണ്ണമായും നിങ്ങൾ ഇവിടെ വന്നൊന്ന് പരിശോധിച്ച് നോക്കണം, ഇവിടെ ഒന്ന് കണ്ടു നോക്കണം. ഹൃദയഭേദകമാണ് ആ കാഴ്ചകൾ. ഇത് ഒരു ശിലാലിഖിതമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രേഖയാണ് ഈ ശിലാലിഖിതം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏതാണ്ട് കാലപ്പഴക്കം കൊണ്ടായിരിക്കണം മാഞ്ഞു പോയിരിക്കുന്നു. ഇത് വായിച്ചാൽ കൃത്യമായിട്ടും ഇതിൻ്റെ നിർമ്മാണ കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത് മാഞ്ഞു പോയതുകൊണ്ട് അത് കൃത്യമായ ഒരു വിവരണം നിങ്ങൾക്ക് തരാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഭാവിയിൽ ഇതിൻ്റെ ഒരു ചരിത്രകാരന്മാരെല്ലാം എത്തിച്ചേർന്ന് ഇതിൻ്റെ ഒരു പഴക്കമൊക്കെ നിർണ്ണയിക്കും. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഊരകം മലയുടെ മുകളിലുള്ള ഈ ക്ഷേത്രത്തിന് തിരുവോണമല എന്ന പേര് കൂടിയുണ്ട്. എങ്ങനെയാണ് തിരുവോണമല എന്ന പേര് വന്നത്? അത് ഒരു മലകയറ്റവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ താഴ്വാരത്തിൽ, ഈ മലയുടെ താഴ്വാരത്തിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. തുലാമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിൽ അവിടെ നിന്നും ഒരു തിടമ്പ് ഈ ക്ഷേത്രഭൂമിയിലേക്ക് എഴുന്നള്ളിക്കും. അങ്ങനെ എഴുന്നള്ളിക്കുന്നത് തുലാമാസത്തിലെ തിരുവോണം നാളിലാണ്. ഈ ദിവസം ഏതാണ്ട് 1,00,000-ഓളം ആളുകൾ ഇവിടെ വന്ന് ദർശനം നടത്തും. ആ ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്നത്. മലബാറിലെ എല്ലാ ഭാഗത്തുനിന്നും ആയിരക്കണക്കിന് ആളുകൾ ചേരും. അതായത് അതിന് മുമ്പ് തിരുവേഗപ്പുറയിൽ അവിടെ ഒരു ഉത്സവമുണ്ട്. തുലാമാസം 1-ാം തീയതി, തുലാമാസം തിരുവോണത്തിന് തിരുവർച്ചനാംകുന്നിലും. ഈ ക്ഷേത്രങ്ങൾ സാമ്യവുമുണ്ട്. ആ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കൈകളിലെത്തിയതിന് ശേഷം പൂജാതി കർമ്മങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സമയത്ത് നാട്ടുകാരായ ഞങ്ങളെല്ലാവരും കൂടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും സ്വർണ്ണപ്രശ്നം വെച്ചുകൊണ്ട് 2010 ആ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനം നടത്തുകയും മലപ്പുറം ജില്ലയിലെ ക്ഷേത്രവിശ്വാസികളെല്ലാവരും ഒത്തുകൂടി ക്ഷേത്ര കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഊരകമലയിലെ ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ ദയനീയമായ കാഴ്ചകളും ചിത്രങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഊരകം മലയുടെ സമതലത്തിലുള്ള മുകൾ പരപ്പിലുള്ള ആ ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് ഒരു ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏതാനും മീറ്റർ മാത്രം തെക്കുമാറിയുള്ള ഒരു ക്ഷേത്ര സമുച്ചയമാണിത്. ഇവിടെ 2 ഉപക്ഷേത്രങ്ങളാണുള്ളത്. എൻ്റെ തൊട്ട് പിറകിൽ കാണുന്നത് അയ്യപ്പ ക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ട് ഇടതുഭാഗത്ത് കാണുന്ന ചെറിയ കോവിൽ എന്ന് പറയുന്നത് അത് ഹനുമാൻ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടന്നാൽ ബീഭത്സമായ ചില കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക.
ഒരു വിഗ്രഹത്തിൻ്റെ കഴുത്തിന് താഴെ മാത്രമുള്ള മുക്കാൽ ഭാഗവും തകർത്ത ഒരു വിഗ്രഹം കാണാം. അതുപോലെ തന്നെ പൂർണ്ണമായും തകർത്ത മറ്റൊരു വിഗ്രഹം കാണാം. അതിനപ്പുറത്ത് അതിനകത്തേക്ക് കടന്നു ചെന്നാൽ അവിടെ അയ്യപ്പസ്വാമിയുടെ ഒരു തകർന്ന ഒരു ശില്പവും കാണാൻ സാധിക്കും. അതിന് തൊട്ടപ്പുറത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ഹനുമാൻ ക്ഷേത്രത്തിൽ ഒരു പാദഭാഗം മാത്രം, ഒരു ചെറിയൊരു കല്ല് മാത്രമാണുള്ളത്. പക്ഷെ പഴയ കാലത്ത് ഇത് നല്ല നിലയിലുണ്ടായിരുന്ന 2 ഉപക്ഷേത്രങ്ങളായിരുന്നു. ഈ ഉപക്ഷേത്രങ്ങൾ പൂർണ്ണമായും എന്തോ കാരണവശാൽ തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെടലിൻ്റെ അടയാളമാണ് നമ്മൾ ഈ ശ്രീകോവിലിനകത്ത് കാണുന്നത്. ജീർണോദ്ധരണ പ്രവർത്തനങ്ങൾ 2010 ഞങ്ങൾ പ്രശ്നം വെച്ചതിന് ശേഷം അവിടെ നിത്യപൂജ നടത്താനും അവിടുത്തെ പുനർനിർമ്മാണം, അതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം ഞങ്ങൾ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മിച്ച് അയ്യപ്പൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതാണ് ഇപ്പോൾ പൊട്ടിച്ചിട്ടുള്ളത്. ചോദിക്കാൻ ആരുമില്ല. ഹിന്ദുവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആർക്കും പ്രശ്നമില്ല. പക്ഷേ പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡ് അതിൻ്റെ മുഖ്യ കാരണക്കാർ. കാരണം മലബാർ ദേവസ്വം ബോർഡിന് പറഞ്ഞാൽ ഒരു വരുമാനമില്ലാത്ത ക്ഷേത്രമാണെങ്കിൽ ആരെന്ത് കൊണ്ടായാലും കുഴപ്പമില്ല. മലബാർ ദേവസ്വം ബോർഡിന് ക്ഷേത്ര സ്വത്ത് ആര് കൊള്ളയടിച്ചാലും പ്രശ്നമില്ല. ഇത് വലിയൊരു അപകടമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് ബോധ്യം വരേണ്ടത് ക്ഷേത്ര സംസ്കാരം തകർക്കുക എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ പരിശ്രമിക്കുന്നത്. ഈ ഉപക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ എങ്ങനെ തകർക്കപ്പെട്ടു എന്ന് നമുക്കറിയില്ല. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്താണോ അതോ 1921 നടന്ന മാപ്പിള കലാപകാലത്താണോ, അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടന്ന സമയത്ത് ഇവിടേക്ക് കയറി വന്ന സാമൂഹ്യ വിരുദ്ധരാണോ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തകർത്തത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഇവിടെയുള്ള ആളുകൾക്കും അത് പറയാൻ കഴിയുന്നില്ല. ഏതായാലും ശക്തമായ ഒരു അക്രമം നടന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണ്. ഈ ഉപക്ഷേത്ര സമുച്ചയം ഒന്ന് പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ഭക്തജനങ്ങൾ തീരുമാനിച്ചു. അതിനെ തുടർന്ന് അവർ നിർമ്മിച്ച ചില നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. 2 ഉപക്ഷേത്രങ്ങളുടെ നിർമ്മാണം 99% കഴിഞ്ഞെങ്കിലും ബാക്കി ഈ ചുറ്റമ്പലമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതവിടെ ഭീമെല്ലാം വാർത്തിട്ടിരിക്കുകയാണ്. ഉപക്ഷേത്രങ്ങളുടെ സമുച്ചയം ഇതുവരെ പുനരുദ്ധാരണം ചെയ്യാനാവാതെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഈ തിരുവോണമല അഥവാ ഊരകമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയണ്ടേ? വേങ്ങര മലപ്പുറം റൂട്ടിൽ പൂളാപ്പീസ് എന്ന ഒരു സ്ഥലമുണ്ട്. ആ പൂളാപ്പീസിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഊരകമലയിലെത്താം, അഥവാ തിരുവർച്ചനാംകുന്ന് മലയിലെത്താം, അഥവാ തിരുവോണമലയിലെത്താം. ഇത് തന്നെ ക്ഷേത്രത്തിൻ്റെ മുകൾ പരപ്പിലുള്ള ഭാഗം മാത്രമാണ് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിലുള്ള ബാക്കി ഭൂമിയെല്ലാം സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. ഇപ്പോൾ ക്ഷേത്രം വീണ്ടും ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് അതും ഇപ്പോഴും പൊളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ളത് മലബാർ ദേവസ്വം ബോർഡ് ആ ക്ഷേത്രങ്ങൾ ക്ഷേത്രവിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം. ആ ക്ഷേത്രത്തിൻ്റെതായിട്ട് 1350 ഏക്കർ ഭൂമി ഇപ്പോഴും ഉണ്ട്. ഇതിനിടയ്ക്ക് പ്രശ്നങ്ങൾ വന്നു. ഞങ്ങൾ വിവരാവകാശ പ്രകാരം ക്ഷേത്രത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ എന്ന് പറയുന്നത് കോട്ടയം പെരുമ്പള്ളി മത്തായി മകൾ ഷെർലി എന്നാണ് ക്ഷേത്രത്തിൻ്റെ. ആ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ്റെ പേര് ഞങ്ങൾക്ക് വിവരാവകാശ പ്രകാരം കിട്ടിയത്. നിരവധി സമരങ്ങൾ നടത്തി ഇന്ന് കോറി മാഫിയകളും അധോലോകങ്ങളും ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡാണ് പൂജാരിമാരെ വെക്കേണ്ടത്, ശമ്പളം കൊടുക്കേണ്ടത്. ഒന്നും ചെയ്യില്ല. ഭക്തജനങ്ങൾക്ക് അത്രയും ദൂരെ പോകണം. അവരെ നമ്മൾ സംഘടിപ്പിച്ച ചെയ്തിരുന്നത്. ഇന്നത്തെ ദയനീയ അവസ്ഥയ്ക്ക് പൂർണ്ണ ഉത്തരവാദിത്വം മലബാർ ദേവസ്വം ബോർഡാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പോൾ അവിടെ പൂജ മുടങ്ങി എല്ലാ നിലയ്ക്കും ക്ഷേത്ര സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ട് കയ്യേറുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് വ്യക്തമായൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഊരകം മലയ്ക്ക് മറ്റൊരു ചരിത്രം കൂടി പറയാനുണ്ട്. ഈ ഊരകം മലയുടെ താഴ്വാരത്തിൽ കിളിനക്കോട് എന്ന പേരിൽ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തൊരു കിണറുണ്ട്.
ആ കിണറ്റിൽ 1921 മാപ്പിള കലാപകാലത്ത് ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ വെട്ടിക്കൊന്ന ഒരു കഥയാണ്, ഒരു ചരിത്രമാണുള്ളത്. പക്ഷേ ആ കിണറും ഈ ഭൂമിയും ഈ ക്ഷേത്രഭൂമിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ 1921 വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിലുള്ള മാപ്പിള കലാപകാരികൾ തമ്പടിച്ചിരുന്ന കേന്ദ്രീകരിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കുന്നിൻപരപ്പ്, അതായത് ശങ്കരനാരായണ ക്ഷേത്രഭൂമി. 1979 ഒക്ടോബർ മാസം 24-ാം തീയതി തിരിയങ്ങര ചങ്ങരു, മാണിയൻതൊടി ചങ്ങരു എന്നൊരാൾ മാപ്പിള ലഹള രക്തസാക്ഷി അനുസ്മരണ കമ്മിറ്റിക്ക് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇക്കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നത്. അദ്ദേഹം പറയുന്നു, എന്നെ വാരിയൻകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ടോ ഊരകം മലയുടെ താഴ്വാരത്തിലുള്ള, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മലയുടെ നേരെ താഴ്വാരത്തുള്ള കിളിനക്കോട്ട് പറമ്പിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന സമയത്ത് കല്ലിങ്ങൽ തൊടി ഇട്ടിച്ചിരിയമ്മയുടെ മകൾ മാധവിയമ്മ, മാധവിയമ്മയുടെ ഭർത്താവ് പിരിയാത്ത് ഉപ്പൻകുട്ടി നായർ, അതുപോലെ ശിങ്കാരത്ത് ഗോവിന്ദൻ നായർ, ഇങ്ങനെ 3 പേരെ കൂടി അവിടെ പിടിച്ചു കെട്ടിയ നിലയിൽ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി കൊണ്ടുവന്നിരുന്നു. ഈ സമയത്ത് നമ്മുടെ ചങ്ങരുവിനോട് ചോദിച്ചു, മതം മാറാൻ തയ്യാറാണോ, ഇംഗ്ലണ്ടിൽ പോകണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മതം മാറാൻ തയ്യാറാണ് എന്ന്, ജീവഭയമാണല്ലോ, ഇത്രയും ആളുകൾ ഒരു കിണറ്റിൻ്റെ പക്കത്ത് കൊണ്ട് നിർത്തിയിരിക്കുക. മതം മാറാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ സമയത്ത് ചങ്ങരുവിനെ വധശിക്ഷയിൽ നിന്നും മാറ്റി നിർത്തുക മാത്രമല്ല ചെയ്തത്, മറ്റു 3 പേരുടെ വധശിക്ഷ കാണാൻ ഈ ചങ്ങരുവിനെ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഈ ക്ഷേത്രത്തിന് മറ്റൊരു ചരിത്രം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത്, ഇതിൻ്റെ താഴ്വാരത്തിൽ ഗതി കിട്ടാതെ അലയുന്ന പ്രേതാത്മാക്കളുടെ ദീനരോദനവും ഉയരുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാത്തവർ ചെന്നാൽ അവർ വരും. നിങ്ങൾ ആരാന്ന് ചോദിക്കും. നമ്മുടെ ഭൂമിയിൽ, ക്ഷേത്രഭൂമിയിൽ നിങ്ങൾ എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് ഇവിടെ. നമ്മളടുത്ത് രേഖയുണ്ട്, ആധാരമുണ്ട്. ഈ ഭൂമിയുടെ അടിയാധാരമുണ്ട്. 1350 ഏക്കർ ഭൂമിയുടെ ഐഡൻറ്റിറ്റി നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം മലബാർ ദേവസ്വം ബോർഡ് എന്ന വെള്ളാനയുടെ കയ്യിലാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ. കോടതി അളന്ന് തന്ന 100 ചില്ല ഏക്കർ ഭൂമിയുണ്ട്. പക്ഷെ ഇത് നടത്തേണ്ടത് മലബാർ ദേവസ്വം ബോർഡാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. നാട്ടുകാർക്ക് വിട്ടുതന്നാൽ മതി. ഇപ്പോൾ കൂട്ടിലങ്ങാടിയിൽ ഒരു കടുങ്ങൂത്തമ്പലമുണ്ട്. അതും ഇപ്പോൾ ഇതേ അവസ്ഥയാണ്. പുനർനിർമ്മാണം നടത്താൻ വേണ്ടി കിടക്കാണ്. നാട്ടുകാരെ ഏൽപ്പിച്ചാൽ മതി, ക്ഷേത്രം വരും. പക്ഷെ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയും. നമ്മൾ 2010 ഈ നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ച് അതിൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. എൻ്റെ പേര് നറുകര ഗോപി എന്നാണ്. ഞങ്ങളതിനെ കൂട്ടമായി മലപ്പുറം ജില്ലയിലെ വിവിധ ദേശങ്ങളിലെ ഭക്തജനങ്ങൾ സംഘടിപ്പിച്ച് നിത്യപൂജയൊക്കെ നടത്തി വരികയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ എന്ത് ചെയ്തു, പോലീസ് കള്ളക്കേസ് എടുത്തുകൊണ്ട് എന്നെ അമ്പലത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ ബോർഡ് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കാപ്പ ചുമത്തി. ഒരു ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പേരിൽ കാപ്പ ചുമത്തി. അങ്ങനെ മലപ്പുറത്തുനിന്ന് വന്ന് മലപ്പുറം മഞ്ചേരി ജയിലിൽ കൊണ്ടിട്ടു. എന്താ തെറ്റ് ചെയ്തു വെച്ചാൽ, ക്ഷേത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ പേരുണ്ടായിരുന്ന കേസ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, കേരളത്തിലെ ഒരുപാട് ക്ഷേത്രങ്ങൾ, വേറൊരു ക്ഷേത്രമുണ്ട്, തിരുമാന്താംകുന്ന് ക്ഷേത്രം. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ വിവരാവകാശം കൊടുത്തപ്പോൾ അതിലും കിട്ടുന്നത് തിരുമാന്താംകുന്ന് ദേവസ്വത്തിൻ്റെ ഊരാളനായിട്ട് മറിയക്കുട്ടി വി എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ, നമ്മുടെ ക്ഷേത്രവിശ്വാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. 2000 വർഷം പഴക്കമുള്ളതും കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതുമായ ഊരകം മലയിലെ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ചരിത്രവും വർത്തമാന കാഴ്ചകളും ഒക്കെ ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള തകർക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അത്തരം ക്ഷേത്രഭൂമികളിലൂടെ കടന്നു ചെന്ന് അവിടുത്തെ ചരിത്രവും അവിടുത്തെ വർത്തമാന കാഴ്ചകളുമൊക്കെ നിങ്ങളെ കാണിക്കുകയാണ് ഈ പരമ്പരയുടെ ലക്ഷ്യം. മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം.